തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി NCTV ജനഹിതം 2026 നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തൃശൂരിന്റെ ജനപ്രിയ ജ്വല്ലറി നോബൽ ജ്വല്ലറി ഷാർ ആമ്പലൂർ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിച്ചു. കലാശക്കൊട്ട് ആവേശമാക്കി മുന്നണികളും പ്രവർത്തകരും. ബുധനാഴ്ച നിശബ്ദ പ്രചാരണം. സംസ്ഥാനം വ്യാഴാഴ്ച പോളിംഗ് ബൂത്തിലേക്ക്. നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ വാശിയേറിയ പരസ്യപ്രചാരണത്തിന് തിരശ്ശീല വീണു. 3 ആഴ്ച നീണ്ടുനിന്ന പരസ്യപ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ സംസ്ഥാനമാകെ ആവേശം അലതല്ലി. നഗരകേന്ദ്രങ്ങളും ഗ്രാമങ്ങളും രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികളും മുദ്രാവാക്യങ്ങളാലും സമ്പന്നമായി. നാടും നഗരവും ഒന്നാകെ ആവേശം അലയടിച്ചുയർന്നപ്പോൾ കൊട്ടിക്കലാശം ഇക്കുറി അത്യന്തം ആകർഷകമായി. ദിവസങ്ങൾ നീണ്ടുനിന്ന പോർവിളികൾക്കൊടുവിൽ ഓരോ മണ്ഡലങ്ങളിലും കൊട്ടിക്കലാശം ആവേശമാക്കാൻ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും അരയും തലയും മുറുക്കി രംഗത്തെത്തി. റോഡ് ഷോയും റാലികളുമായാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും പുതുക്കാട് മണ്ഡലത്തിലെ കൊട്ടിക്കലാശ കേന്ദ്രത്തിലേക്ക് ഒഴുകിയെത്തിയത്. വ്യത്യസ്തങ്ങളായ കാഴ്ചകളാലും കൊട്ടിക്കലാശം ആവേശമായി മാറി. ബാൻഡ് മേളവും ചെണ്ടമേളവുമൊക്കെയായി കലാശക്കൊട്ട് പൂരമാക്കി മുന്നണികൾ മാറ്റി. LDF സ്ഥാനാർത്ഥി KK രാമചന്ദ്രനും BJP സ്ഥാനാർത്ഥി പരമേശ്വരൻ എന്ന നാഗേഷും കൂറ്റൻ ക്രെയിനിലേറി കൈവീശി കാട്ടിയായിരുന്നു അണികളെ ആവേശത്തിലാക്കിയത്. UDF സ്ഥാനാർത്ഥി KM ബാബുരാജ് തുറന്ന ജീപ്പിന് മുകളിൽ കയറിയാണ് പ്രവർത്തകരെ ആവേശത്തിലാക്കിയത്. കടലിരമ്പം പോലെ ഉയർന്ന പാരഡി ആക്ഷേപ ഗാനങ്ങൾക്കും മുദ്രാവാക്യങ്ങൾക്കും തെരഞ്ഞെടുപ്പ് ആവേശത്തിനും ഒടുവിൽ 6 മണിക്ക് കൊട്ടിക്കലാശമായി. ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളാണ്. അടുത്ത 5 വർഷത്തേക്ക് കേരളം ആര് ഭരിക്കണമെന്ന വിധി വ്യാഴാഴ്ച കുറിക്കും. 2.71 കോടി വോട്ടർമാരാണ് കേരളത്തിന്റെ വിധി എഴുതുക. സ്വർണ്ണവില കൂടിയാലും തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി NCTV ജനഹിതം 2026 നിങ്ങൾക്കായി സമർപ്പിച്ചത് തൃശൂരിന്റെ ജനപ്രിയ ജ്വല്ലറി നോബൽ ജ്വല്ലറി ഷാർ ആമ്പലൂർ.